തുടർച്ചയായി 48 വർഷങ്ങളായി ഇടതുമുന്നണി അധികാരത്തിലിരിക്കുന്ന കോർപ്പറേഷനാണ് കോഴിക്കോട്. CPM-ന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഭരണസമിതിയിൽ അട്ടിമറിയാണ് ഇത്തവണ UDF ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ ഒരുപാട് തവണ മാറിവീശിയെങ്കിലും കോഴിക്കോട്ടെ ഇടതുകോട്ടയ്ക്ക് കുലുക്കമുണ്ടായിട്ടില്ല. 4 പതിറ്റാണ്ടായി തുടരുന്ന ഭരണ തുടർച്ച ഇത്തവണയും നിലനിർത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്. കോഴിക്കോട് നോർത്ത്, സൗത്ത്, എലത്തൂർ, ബേപ്പൂർ എന്നിങ്ങനെ 4 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കോഴിക്കോട് കോർപ്പറേഷൻ. വാർഡ് വിഭജനത്തോടെ ഡിവിഷനുകളുടെ എണ്ണം 75-ൽ നിന്നും 76 ഉയർന്നു. 2020-ലെ തെരഞ്ഞെടുപ്പിൽ 50 സീറ്റുകളുമായാണ് ഇടതുമുന്നണി അധികാരത്തിലെത്തിയത്. CPM ഒറ്റയ്ക്ക് നേടിയത് 46 സീറ്റുകൾ. CPI, NCP, ജനതാദൾ, കോൺഗ്രസ് എന്നിവയ്ക്ക് ഓരോ സീറ്റുകളുമുണ്ട്. ഇത്തവണയും വിജയത്തിൽ കുറഞ്ഞൊന്നും CPM ലക്ഷ്യം വയ്ക്കുന്നില്ല. പാളയം പുതിയ മാർക്കറ്റ്, ബീച്ച് മോഡ് പിടിപ്പിക്കൽ, മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രങ്ങൾ എന്നിവയടക്കമുള്ള വികസന പദ്ധതികൾ LDF ഉയർത്തിക്കാട്ടുന്നു. യുനെസ്കോ സാഹിത്യ നഗരം പദവി, വയോജന സൗഹൃദ നഗരം, സുരക്ഷിത നഗരം തുടങ്ങിയ ബഹുമതികളും വോട്ട് നേടിത്തരുമെന്ന് മുന്നണി കണക്കുകൂട്ടുന്നു. സംസ്ഥാന സർക്കാർ നമുക്ക് തരുന്ന നവകേരളം എന്ന ഒരു ലക്ഷ്യത്തെ അതിൻ്റെ പ്രാപ്തിയിലെത്തിക്കാൻ കഴിയുന്നത്ര പരമാവധി ശ്രമിക്കുക. മുക്കും മൂലയും നമ്മുടെ വികസനം എത്തണമെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയുള്ളത്. ഞങ്ങളെല്ലാവരും അത് അക്ഷരം പ്രതി പാലിക്കുന്നവരാണ്. ആ അർത്ഥത്തിൽ നമുക്ക് ഇന്നൊരു മറ്റൊരാളൊന്നുമില്ല. എവിടെ ഏറ്റവും ആവശ്യമുണ്ടോ, എവിടെ ഏറ്റവും വിഷമമുണ്ടോ അവിടെ ഏത് തരത്തിലുള്ള സഹായത്തിനും കോഴിക്കോട് കോർപ്പറേഷൻ തയ്യാറായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പരിധിയിലെ വാർഡുകളിൽ വലിയ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞെങ്കിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ മികവ് ആവർത്തിക്കാനാവുന്നില്ല എന്നതാണ് കോൺഗ്രസിന്റെ തലവേദന. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ സ്ഥലങ്ങളിൽ വിജയം നേടാനാവുമെന്ന് BJPയും പ്രതീക്ഷിക്കുന്നു. 2020-ലും 2015-ലും 18 സീറ്റുകൾ മാത്രമാണ് UDFന് നേടാനായത്. 2010-ൽ നിലവിലുണ്ടായിരുന്ന 55-ൽ 34 സീറ്റുകൾ നേടാനായെങ്കിലും ബേപ്പൂരും എലത്തൂരും കൂട്ടിച്ചേർത്തോടെ LDF ഭരണം നിലനിർത്തി. കഴിഞ്ഞ തവണ 10ഓളം വിമതന്മാർ മത്സരരംഗത്തിറങ്ങിയത് കോൺഗ്രസിന് തിരിച്ചടിയായിരുന്നു. ചേവായൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് പാർട്ടിയിൽ വിമത ശബ്ദമുയർത്തിയ നേതാക്കളെ പുറത്താക്കിയിരുന്നു. ചേവായൂർ ബാങ്കിന്റെ പരിധിയിലുള്ള മേഖലകളിൽ 11-ൽ 1 കൗൺസിലർ മാത്രമാണ് UDF ഉണ്ടായത്. ഇത്തവണ സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്താനാവുമെന്നാണ് പ്രതീക്ഷ. അഴിമതിയും വികസന മുരടിപ്പും വിഷയമാക്കി മാസങ്ങളായി ഭരണസമിതിക്കെതിരെ UDF പ്രക്ഷോഭത്തിലുമാണ്. നിയമപരമായും രാഷ്ട്രീയപരമായും സംഘടനാ തലത്തിലും മുന്നണി തലത്തിലുമൊക്കെ അതിശക്തമായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് ഏറ്റവും നല്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ മാനിഫെസ്റ്റോ തയ്യാറാക്കിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള, ജനങ്ങൾ ബന്ധമുള്ള സ്ഥാനാർത്ഥികളെ, അഴിമതി ഒരിക്കലും കാണിക്കില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ള ഒരു ടീമിനെ രംഗത്തിറക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ 50 വർഷത്തെ ചരിത്രം മാറ്റിയെഴുതാൻ കഴിയും എന്ന് തന്നെയാണ് ഇടത് ഭരണത്തിന്റെ അവസാനം കുറിക്കാനുള്ള അന്തിമ പോരാട്ടവുമായാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. 2015-ലും 2020-ലും 7 കൗൺസിലർമാരാണ് BJPക്കുണ്ടായത്. 2015-ൽ 7 പാർട്ടി 2ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ 2020-ൽ 22 ഡിവിഷനുകളിൽ 2ാം സ്ഥാനത്തെത്തി. ഇവിടങ്ങളിൽ മുന്നിലെത്തിയാൽ കോർപ്പറേഷനിലെ നിർണായക ശക്തിയായി മാറാനാവുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് BJP ഇത്തവണത്തെ കോർപ്പറേഷൻ ഇലക്ഷനെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ തവണ 22ഓളം സ്ഥലങ്ങളിൽ BJPക്ക് 2ാം സ്ഥാനം എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിൽ മിക്ക വാർഡുകളും ഞങ്ങൾ ഇത്തവണ 1ാം സ്ഥാനത്ത് എത്തുമെന്നുള്ള ദൃഢനിശ്ചയമായിട്ടാണ് ഈ ഇലക്ഷനെ നേരിടുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് കോർപ്പറേഷൻ ഭരണം പിടിക്കുക, അതല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തേക്ക് BJP എത്തുന്ന തരത്തിലുള്ള ഒരു മാതൃകാപരമായിട്ടുള്ളൊരു നീക്കമാണ്, ഇലക്ഷൻ വർക്കാണ് ഇത്തവണ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നത്. മുന്നണികൾ നേരിട്ട് മത്സരിക്കുന്ന കോഴിക്കോട് സ്വതന്ത്രർക്കും മറ്റു പാർട്ടികൾക്കും നിർണായക സ്വാധീനമില്ല. SDP, വെൽഫെയർ പാർട്ടി എന്നിവയുടെ സാന്നിധ്യവും പിന്തുണയും ചില ഡിവിഷനുകളിൽ ജയപരാജയങ്ങളെ നിർണയിച്ചേക്കാം. നഗരവികസനവും സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെ മുന്നേറ്റവുമാണ് ഇടതുപക്ഷത്തിന്റെ പ്രചരണായുധം. അഴിമതിയും വികസന മുരടിപ്പുമാണ് BJPയുടെയും കോൺഗ്രസിന്റെയും പ്രചാരണ വിഷയങ്ങൾ. CPM-ന് മൃഗീയ ഭൂരിപക്ഷമുള്ള നഗരസഭയിൽ ചെറിയ മാറ്റങ്ങളുണ്ടായാൽ പോലും വലിയ ചർച്ചയായി മാറും. കോഴിക്കോട് നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. കോഴിക്കോട് കോർപ്പറേഷൻ 48 വർഷമായി LDFന് ഒപ്പമാണ് നിൽക്കുന്നത്. കോൺഗ്രസിന് അധികാരത്തിലേക്ക് വരുവാൻ സാധിക്കാത്ത ഒരു കോർപ്പറേഷൻ കൂടിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, പല തന്ത്രങ്ങൾ പയറ്റിയിട്ടുള്ളതാണ് കോൺഗ്രസും UDFും കോഴിക്കോട് കോർപ്പറേഷനിൽ അധികാരം പിടിക്കാൻ. പക്ഷേ നടന്നിട്ടില്ല. ഇത്തവണയും എന്ത് അത്ഭുതമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു? അതിനുവേണ്ടി എന്തെങ്കിലും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ?
മഞ്ജുഷ അക്ഷരാർത്ഥത്തിൽ ഒരു ചുവപ്പ് കോട്ടയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കോർപ്പറേഷനാണ് കോഴിക്കോട്. കഴിഞ്ഞ 48 വർഷമായി തുടർച്ചയായി ഭരിക്കുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാന കാര്യം. നേരത്തെ ഒരു വട്ടം ഏതാണ്ട് ഭരണത്തോടടുത്ത് എത്തുന്ന ഒരു ഘട്ടം കോൺഗ്രസിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ UDF ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഈ എലത്തൂരും ബേപ്പൂരും ഒക്കെ അടക്കമുള്ള ചില സമീപ പഞ്ചായത്തുകൾ കൂടി കോർപ്പറേഷൻ ചേർത്തോടുകൂടി ആ കോർപ്പറേഷന്റെ വിസ്തൃതി വർദ്ധിക്കുകയും അന്ന് ആ സ്ഥലങ്ങളിൽ നിന്നുള്ള വോട്ടുകളുടെ പിൻബലത്തിൽ വീണ്ടും LDF ഭരണത്തിലേറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും എന്താണ് മാജിക് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും UDF-ന് പോലും കൃത്യമായി പറയാൻ കഴിയുന്നില്ല. പക്ഷെ അവർ പ്രതീക്ഷിക്കുന്നത് ഒരു വലിയ മാറ്റം ഇത്തവണ വരും എന്നതാണ്. കാരണം താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി സജീവമായി കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കാണ് ഈ കോർപ്പറേഷന്റെ ചുമതല പാർട്ടി നൽകിയിരിക്കുന്നത്. അദ്ദേഹം പലവട്ടം കോഴിക്കോട് നഗരത്തിൽ എത്തുകയും താഴെത്തട്ടിൽ വരെയുള്ള പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. ഒപ്പം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ പലവട്ടം ഈ കോർപ്പറേഷനിലേക്ക് മാർച്ചും മറ്റ് പ്രാദേശിക തലത്തിൽ വാർഡുകൾ കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെ വലിയ സമര പരിപാടികൾ തന്നെ ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇന്ന് വൈകുന്നേരവും വലിയ സമര പോരാട്ടം ഈ കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടത്തുന്നു. ഒപ്പം മുസ്ലിം ലീഗും മറ്റ് ഘടകകക്ഷികളുമൊക്കെ നിരന്തരം ഇത്തരത്തിൽ പ്രചാരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഇവർ ഏറ്റവും നിർണായകമായി കരുതുന്ന മറ്റൊരു ഘടകം ഈ വിമത ഭീഷണി ഉണ്ടായിരുന്നു കോൺഗ്രസിന് നേരത്തെ. ഒപ്പം ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ പോലും, അതായത് MK രാഘവൻ പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ പോലും ചില വിമത പ്രവർത്തനങ്ങൾ നടത്തിയെന്ന ഒരു ആരോപണം വരികയും ചില നേതാക്കളെ പുറത്താക്കുകയും ചെയ്തിരുന്നു. അത് പ്രധാനമായും ചേവായൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടായിരുന്നു. 11 ഡിവിഷനുകൾ ആ മേഖലയിൽ മാത്രമുണ്ട്. അവിടെ നിലവിൽ ഒറ്റ കൗൺസിലറെ വിജയിപ്പിക്കാൻ മാത്രമാണ് കോൺഗ്രസിന് കഴിഞ്ഞത്. പക്ഷേ അവിടെ ഈ വിമത ശല്യം പൂർണ്ണമായി ഒഴിവാക്കി. കാരണം പാർട്ടിക്കെതിരെ തന്നെ നിന്ന് പാർട്ടിയുടെ അണികളെ പോലും പാർട്ടിക്കെതിരെ ആക്കുന്ന ചില നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ പൂർണ്ണമായും മാറ്റി പുതിയൊരു നേതൃത്വത്തെ ആ മേഖലയിൽ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം മേഖലകളിൽ കൂടുതൽ സീറ്റുകൾ ഇത്തവണ കോർപ്പറേഷനിലേക്ക് വരും എന്നാണ് കരുതുന്നത്. ഒപ്പം കഴിഞ്ഞ തവണ ഏതാണ്ട് 10-നടുത്ത സീറ്റുകളിൽ വിമതർ മത്സരിക്കുകയും 100-ൽ താഴെ വോട്ടുകൾക്ക് അവിടെ കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്യുന്ന സാധ്യത. അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ കൂടുതൽ സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ഭരണം പിടിക്കാൻ കഴിയുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണെങ്കിൽ പോലും വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഒരു ഘട്ടം കൂടി പറഞ്ഞാൽ മേയർ സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്തി പ്രചാരണവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഒരുക്കം കോൺഗ്രസിനുള്ളിൽ നടത്തുന്നുണ്ട്. എന്തായാലും താഴെത്തട്ടിൽ നടത്തിയ പ്രവർത്തനം ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്. പക്ഷേ CPM-ന് വലിയ മേധാവിത്വമുള്ള ഈ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഭരിക്കാൻ കഴിയുന്ന സാഹചര്യമുള്ള ഒരു കോർപ്പറേഷനാണ്. അവിടെ മേയറും ഡെപ്യൂട്ടി മേയറൊക്കെ പോലും ഒരു ഘടകകക്ഷിക്ക് പോലും നൽകേണ്ടാത്ത അവസ്ഥയിലേക്ക് CPM എത്തി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് എന്ത് അത്ഭുതങ്ങളാണ് തെരഞ്ഞെടുപ്പിനുള്ളിൽ കോൺഗ്രസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കാണേണ്ടി വരും. BJP സംബന്ധിച്ചിടത്തോളം BJP അവകാശവാദം, അല്ലെങ്കിൽ BJP ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിനെ പിന്തള്ളി ഈ രണ്ടാം കക്ഷി എന്ന നിലയിലേക്ക് എത്തണം, അല്ലെങ്കിൽ പ്രധാന പ്രതിപക്ഷമായി മാറണം എന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ്. 22 വാർഡുകളിൽ കഴിഞ്ഞവണ് 2ാം സ്ഥാനത്തെത്തിയിരുന്നു. അവിടങ്ങളിൽ വിജയിച്ച് കയറിയാൽ ഒരുപക്ഷെ കോൺഗ്രസിനെ പിന്തള്ളി മുന്നേക്ക് വരാൻ കഴിയുകയും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഒരുപക്ഷെ ഭരണചക്രം തിരിക്കുന്ന ഒരു സ്വാധീന ശക്തിയായി മാറാൻ കഴിയുമെന്ന് BJP-യും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വലിയ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ CPM-ഉം പ്രതീക്ഷിക്കുന്നില്ല. ചിട്ടയായ പ്രവർത്തനം തന്നെയാണ് CPM നടത്തുന്നത്. അവരുടെ വികസന മുന്നേറ്റ ജാഥകളും മറ്റുമൊക്കെ നഗരസഭാ പരിധിയിൽ എല്ലായിടത്തും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഒരുപാട് പദ്ധതികൾ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. ഈ പാളയത്തിൻ്റെ പുതിയ മാർക്കറ്റും നഗര വികസനവുമായി ബന്ധപ്പെട്ട പരിപാടികളും ഒപ്പം ഈ വെൻഡിംഗ് മെഷീനുകൾ, ഈ ബീച്ചിൻ്റെ സൗന്ദര്യവൽക്കരണം അടക്കമുള്ള കുറച്ചധികം കാര്യങ്ങൾ അടുത്ത കാലത്ത് തന്നെയാണ് നടപ്പിലാക്കിയത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ വിജയം കൊണ്ടുവരും എന്ന ഒരു പ്രതീക്ഷയാണ്. നമുക്കറിയാം, മറ്റു പല കോർപ്പറേഷനുകളും പോലെ ഒരു ആടി ഉലഞ്ഞു നിൽക്കുന്ന ഭരണ സംവിധാനമോ അല്ലെങ്കിൽ ഈ സ്വതന്ത്രരടക്കമുള്ള ഈ കൊച്ചിയിലേക്ക് പോലെ 2020 പോലുള്ള മറ്റ് നവ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും വലിയ സ്വാധീനമുള്ള ഒരു ഇടം കൂടിയല്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് മുന്നണികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു പോരാട്ട വേദിയാണ് കോഴിക്കോട്. അവിടെ അരയും തലയും മുറുക്കിയാണ് ഇത്തവണ BJP-യും കോൺഗ്രസും ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് CPM ഇത്തവണയും ഉള്ളത്. മഞ്ജുഷ്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കോർപ്പറേഷൻ നിലനിർത്തുവാനായിട്ട് LDF-ന് വലിയ പണിപ്പെടേണ്ടി വരില്ല. പക്ഷേ UDF-ന് കോഴിക്കോട് കോർപ്പറേഷൻ തിരിച്ചു പിടിക്കണമെങ്കിൽ വലിയ കഷ്ടപ്പാടാണ്. അതിനുള്ള ശ്രമങ്ങൾ UDF നടത്തുന്നുമുണ്ട്. അതിനിടെ അനീഷ്, മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ. കോർപ്പറേഷൻ പരിധിയിലെ ഈ വ്യാജ വോട്ടർമാരുടെ കാര്യമൊക്കെ നേരത്തെ UDF ഉന്നയിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അന്തിമ വോട്ടർ പട്ടിക വന്നപ്പോൾ അത്തരത്തിലുള്ള പരാതികൾ UDF-നുണ്ടോ?
അത്തരം കാര്യമായ പരാതികൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇറങ്ങുന്നില്ല. കാരണം കുറച്ചൊക്കെ ശുദ്ധീകരണം നടത്തിയെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഹൈക്കോടതിയിലടക്കം ആ കേസ് നൽകുകയും ചെയ്തിരുന്നു. ഒരേ വീട്ടിൽ തന്നെ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോയ്സ് പോലെ തന്നെ ഒറ്റ കെട്ടിടത്തിൽ മാത്രം 10ഉം 60ഉം വോട്ടുകൾ 100ഉം 150ഉം വോട്ടുകൾ ചേർത്ത ഇടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചൂണ്ടിക്കാണിച്ച് പ്രതിഷേധ രംഗത്ത് കോൺഗ്രസ് എത്തുകയും ചെയ്തു. എന്നാൽ അക്കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി വ്യക്തത കൈവന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ചില കേസുകൾ നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒപ്പം ഈ സീറ്റ് വിഭജനം, അതായത് വാർഡുകളുടെ വിഭജനവുമായി ബന്ധപ്പെട്ടും വലിയ പരാതികൾ കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. കാരണം 75ൽ നിന്നും 76ലേക്ക് വാർഡുകൾ മാറ്റിയപ്പോൾ ഈ കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡുകളിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തി. അത് ഒരു വകതിരിവുമില്ലാത്ത വിധത്തിൽ വെട്ടി മാറ്റി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. നേരത്തെ ഈ ഞാൻ പറഞ്ഞു 2010 ആണ് കോൺഗ്രസ് ഏറ്റവും അടുത്ത ഒരു ഭൂരിപക്ഷത്തിന് അടുത്തേക്ക് എത്തിയത്. അന്ന് 31 സീറ്റ് കോൺഗ്രസിന് ലഭിച്ചിരുന്നു. പക്ഷേ അപ്പോഴാണ് ഈ എലത്തൂരും ബേപ്പൂരും പോലുള്ള ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ കോർപ്പറേഷനിലേക്ക് ചേർക്കുകയും അവിടെ ആ പുതുതായി ചേർത്ത 3 ഇടങ്ങളിൽ നിന്നായി ഓരോ സീറ്റുകൾ മാത്രമാണ് അന്ന് കോൺഗ്രസിന് ലഭിച്ചത്. അങ്ങനെ 34ലേക്ക് കോൺഗ്രസ് ഒതുങ്ങിയപ്പോൾ ഈ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ സീറ്റുകളുടെ പിൻബലത്തിൽ CPM അധികാരത്തിൽ കയറുകയും ചെയ്തിരുന്നു. എന്തായാലും അന്ന് മുതൽ തന്നെ ഈ അശാസ്ത്രീയമായ രീതിയിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഈ വാർഡുകൾ വെട്ടിമുറിക്കുന്നത് CPM ചെയ്യുന്നുണ്ട് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്തായാലും ഇത്തവണയും അത്തരത്തിലുള്ള ഒരു വെട്ടിമുറിക്കൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ അക്കാര്യങ്ങളിലൊക്കെ വളരെ ജാഗ്രതാപൂർവമായ ഇടപെടൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി മരിച്ച വോട്ടർമാരെയും പുതിയ വോട്ടർമാരെയും ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വോട്ടുകൾ പലയിടങ്ങളിലും ചേർത്തിട്ടുണ്ട് എന്നൊക്കെയാണ് കോൺഗ്രസ് പറയുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുവാനുള്ള ശ്രമം നടത്തുകയാണ് കോൺഗ്രസും UDF-ഉം.